IPL തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം മുംബൈ ഇന്ത്യൻസിന് ആദ്യ ജയം. ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ പല പ്രശ്നങ്ങളും ഫ്രാഞ്ചൈസികൾ നേരിടാറുണ്ട്, കോമ്പിനേഷൻ സെറ്റിങ്ങിലടക്കം. എന്നാൽ അത് ഏറ്റവും ഒടുവിൽ പരിഹരിക്കുന്ന ടീം എന്ന പോരായ്മ മുംബൈക്കുണ്ടായിരുന്നു. മുൻ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നൽകിയതും ഈയൊരു കാര്യമാണ്. എന്നാൽ ഇത്തവണ ഇത് മാറും എന്ന സൂചന കണ്ടു തുടങ്ങി. 3 ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സാണ് KKRനെതിരെ കളി അനുകൂലമാക്കിയത്. 1. ഓപ്പണിംഗിലെ റിക്കൾട്ടൻ്റെ ഇമ്പാക്റ്റ്. രോഹിത് ഔട്ട് ഓഫ് ഫോം ആയിട്ടും ഇത്തവണ റിക്കൾട്ടൻ അബദ്ധം കാണിച്ചില്ല. ടീമിൻ്റെ അവസ്ഥ മനസ്സിലാക്കി പക്വതയാർന്ന ഇന്നിങ്സ്. ഷോട്ട്സൊക്കെ വെൽ കാൽക്കുലേറ്റഡ് ആയിരുന്നു. ചക്രവർത്തിയുടെ സ്പിൻ ട്രയലിനെ കൃത്യമായി അതിജീവിച്ചു. താരത്തിൻ്റെ ഫോം വരും മാച്ചുകളിൽ മുംബൈക്ക് വൻ ആത്മവിശ്വാസം നൽകും. കളി തീർത്താണ് റിക്കൾട്ടൻ മടങ്ങിയത് എന്നും ഓർക്കണം. ചാഹർ ബോൾട്ട് കോംബോ ക്ലിക്കായത് മുംബൈയുടെ വിജയത്തിൽ തെളിഞ്ഞു കാണാം. ഈ മാച്ചിന് മുൻപ് 9 ഓവറിൽ 94 റൺസാണ് പവർ പ്ലേയിൽ ഈ ജോഡി വിട്ടുകൊടുത്തത്. എന്നാൽ ഇത്തവണ രണ്ടുപേരും വിക്കറ്റ് കണ്ടെത്തി. 4-ാം പന്തിൽ ബോൾട്ട് നരേനെ മടക്കി. തൻ്റെ ആദ്യ പന്തിൽ ഡേഞ്ചറസ് ഡിക്കോക്കിനെ ചാഹറും. 5 ഓവറിൽ 33 റൺസ് മാത്രമാണ് രണ്ടുപേരും ചേർന്ന് വിട്ടുകൊടുത്തത്. നേടിയത് 3 വിക്കറ്റുകളും. അതായിരുന്നു KKRന്റെ തകർച്ചയുടെ പ്രധാന കാരണം. ആ കോൺഫിഡൻസ് ബാക്കി ബൗളേഴ്സിനും കിട്ടി. ഇത് തുടരണം. എങ്കിൽ കൂടുതൽ ജയങ്ങൾ മുംബൈയെ കാത്തിരിക്കുന്നുണ്ട്. ബുംറ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അശ്വിനി കുമാർ. എല്ലാ വർഷവും മിനിമം ഒരു പ്രതിഭയെങ്കിലും മുംബൈ അൺലീഷ് ചെയ്യാറുണ്ട്. ഇത്തവണ അത് ചിലപ്പോൾ കൂടിയേക്കാം. ആദ്യ പന്തിൽ വിക്കറ്റ് നേടിയാണ് ഈ ലെഫ്റ്റ് ആം പേസർ മുംബൈക്ക് നന്ദി പറഞ്ഞത്. മിഡിൽ ഓവേഴ്സിൽ 3 എണ്ണം പറഞ്ഞ വിക്കറ്റുകൾ കൂടി. ആകെ 3 ഓവറിൽ 24 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകൾ. KKRന്റെ നടുവൊടിച്ച 2 സ്പെല്ലുകൾ. ഒരു സപ്പോർട്ടിംഗ് ക്രൗഡിൻ്റെ ഇമ്പാക്റ്റ് ഈ മാച്ചിൽ തെളിഞ്ഞു കണ്ടു. കഴിഞ്ഞ വർഷം മിസ്സിംഗ് ആയിരുന്ന 12th മാനാണ് തിരികെ എത്തിയത്. എല്ലാ ചേരുവകളും മുംബൈക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഇനി റിഡംഷൻ്റെ സമയമാണ്. കാത്തിരുന്നു കാണാം.